നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 26/3/2026 വ്യാഴാഴ്ചത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നറിയാം, പലരും മറന്നു പോകുന്നതാണ്. അപ്പോൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ അങ്ങ് ലൈക്ക് ചെയ്തേരെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ആര് കമൻറ്റ് അയച്ചാലും ഞാൻ അതിൻ്റെ മറുപടി അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ്. ഇന്നലെ വൈകുന്നേരം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, റബ്ബറിന് വൻ ഡിമാൻഡ്, റബ്ബർ വില കുതിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ നമ്മളോട് കമൻറ്റിൽ ചോദിച്ചു, എന്താണ് പുതിയ വില അറിയിക്കാഞ്ഞെന്ന്. എനിക്ക് രാവിലെ വന്ന ന്യൂസാണത്. ഞാൻ രാവിലെ ചെയ്ത വീഡിയോ ആണ്. വൈകുന്നേരം കയറിപ്പോയെങ്കിലും രാവിലെ അത് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് രാവിലെ അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല വൈകുന്നേരം എന്ത് സംഭവിക്കും എന്നുള്ളത്. അതാണ് ഞാൻ ആ വില പറയാതിരുന്നത്. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് റബ്ബർ വിലയും വൈകുന്നേരം 7 മണിക്ക് റബ്ബറിനെ കുറിച്ചുള്ള എല്ലാ വാർത്തകളും, റബ്ബർ വില കൂടാൻ സാധ്യതയുണ്ടോ, റബ്ബർ മേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ റബ്ബർ വില കുതിച്ച് കയറിയിരിക്കുകയാണ്. വിദേശത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ വൻ കുതിപ്പാണ് നടന്നിരിക്കുന്നത്. കർണാടകയിലും വില വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം വിശദമായി നോക്കാം. നമുക്ക് ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 218 രൂപ 50 പൈസ. RSS 5 1 കിലോയ്ക്ക് 213 രൂപ 50 പൈസ. ISNA 20 1 കിലോയ്ക്ക് 185 രൂപ. ലാറ്റക്സ് 60%-ന് 151 രൂപ 10 പൈസ. ഇതാണ് കോട്ടയത്തെ വില. ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം. RSS 4 1 കിലോയ്ക്ക് 218 രൂപ 50 പൈസ. RSS 5 1 കിലോയ്ക്ക് 213 രൂപ 50 പൈസ. ഇതാണ് കൊച്ചിയിലെ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 208 രൂപ. ലോട്ട് 1 കിലോയ്ക്ക് 190 രൂപ മുതൽ 195 രൂപ വരെ. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 136 രൂപ. 60% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 102 രൂപ. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS 3 1 കിലോയ്ക്ക് 213 രൂപ. RSS 4 1 കിലോയ്ക്ക് 212 രൂപ 50 പൈസ. RSS 5 1 കിലോയ്ക്ക് 206 രൂപ 50 പൈസ. ലോട്ടിന് 1 കിലോയ്ക്ക് 188 രൂപ 50 പൈസ. ഒട്ടുപാൽ 130 രൂപ 50 പൈസ വരെ. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS 1 1 കിലോയ്ക്ക് 246 രൂപ 52 പൈസ. RSS 2 1 കിലോയ്ക്ക് 244 രൂപ 80 പൈസ. RSS 3 1 കിലോയ്ക്ക് 243 രൂപ 22 പൈസ. RSS 4 1 കിലോയ്ക്ക് 242 രൂപ 35 പൈസ. RSS 5 1 കിലോയ്ക്ക് 241 രൂപ 92 പൈസ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 200 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ളുന്ന ബാരലിന് 10,000 രൂപ. 30% DRC ഉള്ള 200 ലിറ്റർ ഉള്ളുന്ന ബാരലിന് 12,000 രൂപ. 35% DRC ഉള്ള 200 ലിറ്റർ ഉള്ളുന്ന ബാരലിന് 14,000 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS 4 1 കിലോയ്ക്ക് 210 രൂപ 50 പൈസ. RSS 5 1 കിലോയ്ക്ക് 205 രൂപ 50 പൈസ. ISS 1 കിലോയ്ക്ക് 183 രൂപ 50 പൈസ മുതൽ 184 രൂപ വരെയും. ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 119 രൂപ മുതൽ 131 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS 4 5 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ലൂസിൻ്റെ വിലയിലും ലോട്ടിൻ്റെ വിലയിലും 1 കിലോയ്ക്ക് 1 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ RSS 4 5 ISS 1 കിലോയ്ക്ക് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. കർണാടകയിലെ വില നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഗ്രേഡ് ഇനങ്ങൾക്കും 50 പൈസ വെച്ചാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്താണ് വൻ കുതിച്ചേറ്റം നടന്നിരിക്കുന്നത്. ഇന്നലെ RSS 1 1 കിലോയ്ക്ക് 240 രൂപ 1 പൈസയുള്ളായിരുന്നു. അത് 246 രൂപ 52 പൈസയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. അവിടെ 6 രൂപയുടെ വർധനമാണ് ഇന്ന് ഓരോ ഗ്രേഡ് ഇനങ്ങൾക്കും വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ കേരളത്തിൽ നിസ്സാരം 1 രൂപ മാത്രം വർദ്ധിച്ചപ്പോൾ അവിടെ 6 രൂപ വർദ്ധിച്ചു. വിദേശ വിലയും കേരളത്തിലെ വിലയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വിദേശത്ത് ഇത്രയും വില കൂടി കിടക്കുമ്പോൾ കേരളത്തിൽ ഒരു 240 രൂപയെങ്കിലും വരേണ്ട സമയമായിരുന്നു. എന്നിട്ടും വില കൂടുന്നില്ല. ഒരാൾ നമ്മളോട് കമൻറ്റിലൂടെ ചോദിച്ചു, ചേട്ടൻ എന്നും വില കുതിച്ച് കയറി എന്ന് പറഞ്ഞിട്ട് 250 രൂപ ഇതുവരെയും എത്തിയിട്ടില്ല. അപ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാൽ കുറച്ച് ദിവസം വില കൂടും, കുറച്ച് ദിവസം വില കുറയും. അപ്പോൾ ഈ വില കൂടുമ്പോഴാണ് നമ്മൾ കുതിച്ച് കയറി എന്ന് പറയുന്നത്. അതാണ് സംഭവിച്ചത്. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 40 രൂപ മുതൽ 60 രൂപ വരെയും. വെളിച്ചെണ്ണ തയ്യാർ 269 രൂപ. വെളിച്ചെണ്ണ മില്ലിംഗ് 274 രൂപ. കൊപ്ര എടുത്തപടി 151 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 38 രൂപ. റോട്ടറി 41 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 690 രൂപ. കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 680 രൂപ. കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 710 രൂപ. ചുക്ക് ബെസ്റ്റ് 300 രൂപ. മഞ്ഞൾ സല 155 രൂപ. അടയ്ക്ക കിലോ 390 രൂപ. കാഞ്ഞിരക്കുരു 1850 രൂപ. കയർ നീരിത് 3800 രൂപ. ജാതിക്ക തൊണ്ടൻ 280 രൂപ. തൊണ്ടില്ലാതെ പുതിയത് 580 രൂപ മുതൽ 600 രൂപ വരെയും. സെക്കൻഡ് 200 രൂപ. ജാതിപത്രി ചുവപ്പ് 1700 രൂപ. ചുവപ്പ് സെക്കൻഡ് 500 രൂപ. മഞ്ഞ 1500 രൂപ. ഫ്ലവർ ചുവപ്പ് 2100 രൂപ മുതൽ 2200 രൂപ വരെയും. ഫ്ലവർ മഞ്ഞ 2000 രൂപ മുതൽ 2200 രൂപ വരെയും. ഗ്രാമ്പു 800 രൂപ. നാടൻ 925 രൂപ.
വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 36 രൂപ, പച്ച 34 രൂപ, പഴം 45 രൂപ. കാപ്പിപ്പരിപ്പ് കിൻഡൽ 36,000 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 10,800 രൂപ, കുരുമുളക് വയനാടൻ 690 രൂപ, ചേട്ടൻ 680 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 2,200 രൂപ, ഏലം ഉണക്ക കിലോ 2,300 രൂപ മുതൽ 2,700 രൂപ വരെ, നെല്ല് കിൻഡൽ 2,500 രൂപ, നേന്ത്രക്കായ കിൻഡൽ 1,700 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.